ഹായ്. എണീറ്റിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാട്ടാ ഞാൻ. അപ്പോൾ എപ്പോഴും എണീറ്റ് വന്നാൽ നമുക്ക് ഈ ഉമ്മർപ്പടിയിൽ വന്നൊരു നൃത്തമുണ്ട്. അതായത് പുറത്തെ കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ അവിടെ മഞ്ഞാണ്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴാന്നല്ലേ, അതായത് ഇപ്പോൾ ജനുവരി ഒരു പകുതിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ജനുവരി 20ഒക്കെ ഇന്നത്ര 18ആയി, 20ഒക്കെ ആവാറായി എന്ന് പറഞ്ഞാൽ ജനുവരി 18ആയി ഇന്ന്. അപ്പം എന്നിട്ടും നമ്മുടെ അട്ടപ്പാടിക്ക് മഞ്ഞും തണുപ്പൊക്കെയാണ്, ഒന്നും മാറിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടേ വന്നതാണ്. നമ്മുടെ അച്ചൂട്ടിയാണ് ആ കിടക്കുന്നത്. ഇത് കണ്ട, അതാണ് ഞങ്ങളുടെ കിടക്കാട്ടോ, വാടക വീട്ടിലെ കിടക്കയാണത്. അപ്പം അതിങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഇതാ തണുപ്പായിട്ടേ ചുരുട്ടി കൂട്ടിയിട്ട് അവൻ ചുരുണ്ട് കിടക്കാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് പാവം കിടക്കട്ടെ. നമുക്കാണെങ്കിൽ പുറത്തത്തെ കുറച്ച് മഞ്ഞിൻ്റെ കാഴ്ചകളും പക്ഷികളുടെ സൗണ്ടും ഒക്കെ കേട്ടിട്ട് വരാം. നമ്മുടെ ഉമ്മർപ്പടിയിൽ നിന്നിട്ടുള്ള പുറത്തേക്കുള്ള ഒരു കാഴ്ച പറഞ്ഞാൽ ഇതാണ് കേട്ടാ. ചെമ്പരത്തി ഉണ്ടോ നിറച്ച് പൂത്ത് നിൽക്കുന്നത്. മഞ്ഞായതുകൊണ്ട് എനിക്ക് തണുപ്പ് തണുപ്പടിച്ച് ഇങ്ങനെ ചുമ കഫക്കെട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മുറ്റത്ത് ഇറങ്ങി ഒന്ന് പോയി നോക്കാം. വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇതേ ഫ്രണ്ടിലുള്ളൊരു മണ്ണ് റോഡാട്ടോ അത്. അതായത് ഓരോ വീട്ടിലേക്കുള്ള റോഡ്. അപ്പുറത്തെ റോഡൊക്കെ സിമൻറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്കിതിപ്പോഴും മണ്ണാണ്. വെയിൽ ചെറുതായി ഇങ്ങനെ വരുന്നുള്ളൂ, പക്ഷെ ഫുള്ള് മഞ്ഞിൻ്റെ ആ ഒരു മൂടലുണ്ട് കേട്ടോ. ആ കമ്പിയിലൊക്കെ കിളികളായി ഇരിക്കുന്നത് ഇതുണ്ടോ. പക്ഷികൾ എത്രണ്ണാ നോക്ക്. അതേപോലെ അപ്പുറത്തെ പോസ്റ്റിലൊക്കെ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും ചുറ്റും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അട്ടപ്പാടി കാണാത്ത കുറേ പേരുണ്ട്. ചിലരൊക്കെ എന്നോട് അട്ടപ്പാടി എങ്ങനെയാണ്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അവിടെ താഴെ. അപ്പോൾ ഇതാണ് നമ്മുടെ അട്ടപ്പാടിയത്തെ സ്ഥലങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങൾ ഇതുപോലെയാണ് കേട്ടോ. എന്തായാലും കുന്നിൻ ചെരുവൊക്കെ അല്ലേ. ആ മലയിലാണ് മഞ്ഞ്, സൂര്യൻ ഉദിച്ചു വരുന്ന അവിടെ നോക്കി മഞ്ഞ്. അതാണ് സൂപ്പർ. കണ്ട, സൂര്യന് പോലും തെളിച്ചല്ല. മഞ്ഞിൻ്റെ കാഴ്ച കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഓഫീസിലൊക്കെ പോകാനുള്ളതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറട്ടെ കേട്ടോ. പോണ വഴികളും കാഴ്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഞാൻ കാണിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ അച്ചൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തണുപ്പുണ്ടാ? ചെറുതായിട്ട് പുതച്ചു മൂടി കിടന്നതല്ലേ. പല്ലേക്കണ്ടേ? വേണം. എന്നാ പല്ലേക്കാ. വാതിലെല്ലാം പൂട്ടി ഞങ്ങൾ ഇറങ്ങാട്ടാ. ഇപ്പം കണ്ട, രാവിലെ കണ്ട കോലത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോലമാണ് ഇത്. ഓഫീസിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പം അച്ചൂട്ടി എൻ്റെ കൂടെ കുറച്ച് ദൂരം വരുന്നുണ്ട് ഇല്ല അച്ചോ? അതായത് ടീച്ചറുടെ വീട് വരെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഇതാ നായ. അതായത് ഇവിടെ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളത് കഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കേട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ബ്രെഡും ചിക്കനൊക്കെ അതിനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക്. പക്ഷെ നേരത്തെ ഒന്നും ആയില്ല. ഇപ്പോൾ ഇറങ്ങിയാൽ തന്നെ 10 മണിക്ക് തന്നെ എത്തുള്ളൂ. സമയം 9:30 കഴിഞ്ഞു. ഞാൻ നടന്നാണല്ലോ പോവുക. ഇതാണ് ഞാൻ പോണ വഴികൾ. ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടി ചാടി കയറിയൊക്കെ പോവാട്ടാ. എന്താ അവരൊന്നും പറയാത്തതും കൊണ്ട് സ്ഥിരം വഴി ഇതാക്കി ഇതണ്ട ഈ വഴി. ആ നായക്കുട്ടി നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. എവിടെ പോവാച്ചിട്ടാ പിന്നാലെ നടക്കുന്നേ? അതപ്പുറത്ത് ഒരു വീട്ടിലത്തെയാണ് കേട്ടോ. വീട്ടിലത്തെ പറഞ്ഞാൽ അവിടെ ഒരു പട്ടി പെറ്റിട്ടുണ്ടായതാണ്. അവരെ വീട്ടിലത്തെ ഒന്നല്ല, ഏതോ ഒരു പട്ടി എവിടുന്ന് വന്നു അവിടെ പ്രസവിച്ചു. അങ്ങനെ വളർന്നതാണ് ഇത്. മുന്നിലോടിപ്പോയി. അങ്ങനെ നമ്മൾ നടന്ന് ടീച്ചറെ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീച്ചറുടെ വീട്. അപ്പോൾ ഇവനെ ഇവിടെ ആക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോട്ടെ. വിളിച്ചോ ടീച്ചറേ. അവനെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് ആ മഞ്ഞിൻ്റെ പാളികളൊക്കെ മാറി, ഇവിടെ മാറി. നേരത്തെ കാണിച്ച മലയല്ല, അവിടെ ഒരു മല അവിടെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നല്ല വെയിലായിട്ടാണ്, കുട എടുക്കായിരുന്നു എന്ന് തോന്നുക. കറക്റ്റ് മുഖത്തേക്ക് അടിക്കുക. അതായത് ആ തണുപ്പിൽ ഇങ്ങോട്ട് മറ്റേ വെയിൽ ഉദിച്ചപ്പോൾ ഭയങ്കര ചൂട് പോലെ തോന്നുക. എന്നാലും കുഴപ്പമില്ല അല്ലേ.
ഇപ്പം ഞാൻ പോണ വഴിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പാവം അത് എൻ്റെ പിന്നാലെ ഇപ്പോഴും ഉണ്ട്. ഞാൻ നടന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നൊന്നും എടുത്തില്ല. ഇനി കുറച്ചും കൂടി മുന്നിലേക്ക് നടന്നു പോയാൽ അന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എന്താണ് അയ്യപ്പൻ വിളക്ക് ഉണ്ടായില്ലേ? ഓ അതുപോലെ ഓർമ്മയില്ല. മൈൻഡൊക്കെ ഓഫീസിലാണ്. അവിടെ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പോണ വഴിയിൽ ഉള്ള വീഡിയോ ആയതും കൊണ്ടേ മൈൻഡ് മൊത്തം അവിടെയാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും അറിയണില്ല. അപ്പോൾ അയ്യപ്പൻ വിളക്ക് ഉണ്ടായില്ലേ, ആ അമ്പലത്തിൻ്റെ അവിടെ എത്തും. അപ്പോൾ ഇതാണ് അട്ടപ്പാടി. കണ്ടില്ല എന്ന് പലരും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ. ഇവിടെ ബസ്സൊക്കെ വരും. അതായത് മണ്ണാർക്കാട് ടു ആനക്കട്ടി ബസ്സൊക്കെ കൂടി വരും. പിന്നെ കോയമ്പത്തൂർ ആ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ ഇതേ വരും. ഇന്നിപ്പോൾ റോഡിൽ കുറച്ച് തിരക്ക് കുറവാണ്. ഞാൻ അങ്ങനെ നടന്നു വന്നതല്ലേ, അതാണ് ഇങ്ങനെ ശ്വാസം കിട്ടാതെ പറയണത്. അയ്യോ വെയിൽ അൺസഹിക്കബിൾ ആയപ്പോൾ വെറുതെ ബാഗ് ഒന്ന് കൈ കൊണ്ട് തപ്പി നോക്കിയത് കേട്ടോ. അപ്പോൾ ബാഗിൽ കുടയുണ്ടായിരുന്നു. ഇത്ര നേരം വെറുതെ വെയിലും ഉണ്ട്. ഓ ഇത് ഈ മുഖത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ചുട്ട് പൊള്ളാൻ തുടങ്ങി. തണലത്ത് കയറിയപ്പോൾ ഒരു ആവി വറക്കുന്നുണ്ട് കേട്ടോ മുഖത്തുനിന്ന്. ഞാനപ്പോൾ അമ്പലം എത്താറായി. അപ്പോൾ അമ്പലമൊന്ന് കാണിക്കേ. ഉള്ളിലൊന്നും കയറില്ല, പുറത്തുനിന്ന്. ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുറ്റത്ത് വരെ കയറുള്ളൂ കേട്ടോ. നേർവഴി കയറില്ല, ഞാൻ ഈ പുറകിൽ കൂടി ആട്ടോ കയറുന്നത്. അതായത് നേർവഴി കയറിയാൽ അവിടെ ഫ്രണ്ടിൽ പോകണം. അപ്പം നമ്മൾ ഈ വഴി ആയതുകൊണ്ട് ഇതാ പുറകിൽ കൂടി കയറുന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ നമ്മുടെ മറ്റേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിലും ഇത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുക്കുന്നത്. കണ്ടോ, മുറ്റത്ത് കയറുമ്പോൾ തന്നെ ഒരു ആൽമരമുണ്ട്. ശ്വാസം കിട്ടുന്നില്ല പറയാൻ. ഇതാണ് അമ്പലമുറ്റം. അമ്പലമുറ്റല്ല, അമ്പലത്തിൻ്റെ ഫ്രണ്ടത്തെ ഗ്രൗണ്ട്. അമ്പലമുറ്റത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ, ഞാൻ ചിക്കൻ കഴിച്ചില്ലേ അതും കൊണ്ട്. ഇത് മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ചില മാറ്റങ്ങളൊക്കെ വന്നത് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. വാക്കുകൾക്ക് ഒഴുക്ക് കിട്ടണ്ടേ. ഈ അമ്പലത്തിൽ ഞാൻ എപ്പോൾ വരുവാണെങ്കിലും അവിടെ പോയിട്ടാണ് പ്രാർത്ഥിക്കുക. മിക്കവാറും ഈ അമ്പലത്തിൽ അങ്ങനെ കയറാറില്ല കേട്ടോ. വേണ്ട, ഈ അമ്പലത്തിൽ അങ്ങനെ കയറാറില്ല. ഇത് അയ്യപ്പസ്വാമി ക്ഷേത്രം, അപ്പുറത്ത് മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എപ്പോഴും ആളുകളുണ്ടാവും. ഇപ്പോൾ കാണില്ല, അവിടെ അകത്തായിരിക്കും. അവിടെ ആണെങ്കിൽ നമുക്ക് ഒഴിഞ്ഞ സ്ഥലമായിരിക്കും. എനിക്ക് എപ്പോഴും അമ്പലത്തിൽ പോയാൽ ആരും കാണാതെ നിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാൽ പോവാ. അവിടെ ഓഫീസിൽ എന്തോ തിരക്കുണ്ടെന്നും പറഞ്ഞ് എന്നെ നേരത്തെ കാലത്ത് എൻ്റെ ഓഫീസർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനി അവിടെ നിന്ന് നേരം വൈകണ്ടല്ലോ. നമ്മൾ ഏകദേശം അകളി ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്നാണ് ടൗണിൽ ചെറിയൊരു തുടക്കം. ഇത് ചെറിയ ടൗണാണ്. അതായത് നമുക്കിവിടെ വലിയ ടൗൺ വരുന്നത് ഗൂളിക്കടവ് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. ഞാൻ വഴി പോകുമ്പോൾ അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇതുണ്ട് കടകളൊക്കെ ഇവിടെ നിന്നാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് തുടങ്ങുന്നത്. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ചിലതൊന്നും തുറന്നിട്ടില്ല കേട്ടോ. പിന്നെ ബാങ്ക് ഉണ്ട്, അതായത് SBI ഇവിടെ തന്നെയാണ്. പിന്നെ തലശ്ശേരി ഹോട്ടൽ ഇവിടെയാണ്. നമ്മളെപ്പോഴും പറഞ്ഞ സാധനങ്ങൾ വാങ്ങാറുണ്ട് തലശ്ശേരി ഹോട്ടലിൽ നിന്ന്. പിന്നെ ചിലരുടെയൊക്കെ സംശയമാണ് അകളി ടൗൺ ഉണ്ടോ, അട്ടപ്പാടിയിൽ ടൗൺ ഉണ്ടോ, അതോ കാട് മാത്രമാണോ, അങ്ങനെയൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ചോദിക്കും. ഇവിടെ ഉള്ളവരല്ല, താഴെയുള്ളവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അട്ടപ്പാടി എന്താന്ന് പോലും അറിയണത് കേട്ടോ. അവർക്ക് വിചാരം ഞാൻ അട്ടപ്പാടിക്ക് വന്നതും കൊണ്ട് എന്നെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തതാണെന്നൊക്കെയാണ് ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അട്ടപ്പാടി നല്ലൊരു ടൗണാണ്. എന്നെപ്പോലെയുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് അട്ടപ്പാടി നല്ലതാട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ സൂപ്പറാണ്. അപ്പുറത്ത് മീനുണ്ട്, പുഴ മീൻ. ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പ്, അതായത് മണ്ണാർക്കാട്ടേക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പ് കേട്ടോ. അകളി ടൗണിലത്തെ നമ്മളപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്നാണ് കയറുക. വീട്ടിൽ നിന്ന് വരുമ്പോൾ, ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്നും. ഇപ്പോൾ നേരെ പോയാൽ കുറേ ദൂരം അങ്ങോട്ട് ചെന്നാൽ ഇനിയും കടകളും ടൗണും കോളേജും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതുകൂടി പോകേണ്ട കാര്യമില്ല. എനിക്ക് എളുപ്പ വഴിയുണ്ട്. ഈ സിവിലിക്ക് തിരിഞ്ഞാൽ, ഇതാണ് ന്യൂ സിവിൽ സ്റ്റേഷൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് സ്പീഡിലെത്താം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ.
ഇതാണ് അകളി മിനി സിവിൽ സ്റ്റേഷൻ. അത് അവിടുന്ന് ഒരു പയ്യൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അറിയണ കുട്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും കാണിച്ചായിരുന്നു, പക്ഷെ ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഭംഗി. ഫോണ് വേറെയാണ്. അതാണ് കേട്ടോ, S24 ആണ്. S24. ഇതാണ് അകളി മിനി സിവിൽ സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് മീറ്റിങ്ങിനൊക്കെ വരാറുണ്ട്. അതിൻ്റെ മുറ്റത്ത് തന്നെ കണ്ട ഒരു ഗാന്ധി പ്രതിമ എന്നുള്ളൊരു വ്യൂസ് ആട്ടോ. അപ്പോൾ അതാണ് സിവിൽ സ്റ്റേഷൻ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തും, കൃഷി വകുപ്പിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തും. പിന്നെ ഇത് ഈ വഴി കൂടി കയറിപ്പോയാൽ നമുക്ക് ഓഫീസിൽ എത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കുടയും ഇതും ഒക്കെ കൂടിയായിട്ട് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നു. അന്തരീക്ഷം കണ്ട എന്ത് തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ ഞാൻ നിർത്താം കേട്ടോ. അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കേ, ചാച്ചാ, ബൈ ബൈ.